ഹലോ, ആതിരെ? ആ, ആയിഷ ചേച്ചി. ആ അതെ, പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ ചേച്ചിയെ വിളിച്ചേ. എന്താ ആതിരെ? ചേച്ചി ഇന്ന് എന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ പോയിരുന്നോ? അമ്മുവിന്റെ ഇന്ദുവിന്റെയും സ്കൂൾ ഫീസ് അടച്ചത് ചേച്ചിയാണോ? അത് പിന്നെ ഞാൻ... ആ, അത് ശരി. എനിക്കിപ്പോഴാ മനസ്സിലായേ ആരാ മക്കളുടെ സ്കൂൾ ഫീസ് അടച്ചതെന്ന്. സത്യം പറഞ്ഞാ ഞങ്ങളെല്ലാരും വലിയ വിഷമത്തിലായിരുന്നു ചേച്ചി. മക്കളാണെങ്കി ഭയങ്കര കരച്ചിലും. കൂട്ടുകാരെ വിട്ട് അവർക്ക് വേറൊരു സ്കൂളിലേക്ക് പോവാൻ വയ്യ. പക്ഷേ അത്രയും പണം ഫീസ് കൊടുത്ത് തുടർന്ന് പഠിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാ അവരെ സർക്കാർ സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. രണ്ടുപേരും വിഷമിച്ച ഇന്ന് സ്കൂളിൽ പോയത്. പക്ഷെ തിരിച്ചു വന്നത് വലിയ സന്തോഷത്തിലായിരുന്നു. ആയിഷ ചേച്ചിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അയ്യോ, അതിനൊക്കെ എന്തിനിങ്ങനെ വിഷമിക്കുന്നു? നിങ്ങളും ഇപ്പോ എന്റെ കുടുംബം തന്നെയാണല്ലോ. കുഞ്ഞുങ്ങള് വിഷമിക്കരുതെന്ന് കരുതി ഫീസ് അടച്ചതാ, അല്ലാതെ ഇത് വലിയ സഹായമായിട്ടൊന്നും കാണില്ല. എന്റെ അച്ചുചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അത് ഓർത്തപ്പോ എനിക്ക് വിഷമം വന്നു. ഞാൻ നിന്റെ അച്ചു ചേച്ചി തന്നെയാ മോളെ. അല്ല, ഞാൻ പറഞ്ഞത് നിന്റെ ചേച്ചിക്ക് പകരം ദൈവം അയച്ചതാണ് എന്നെന്നാ. അങ്ങനെ കരുതിയ പ്രശ്നം തീർന്നില്ലേ? എനിക്കും എന്റെ അച്ചുചേച്ചി പോലെ തന്നെയാ തോന്നുന്നേ. ആയിഷ ചേച്ചി എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്റെ അച്ചുചേച്ചി വരുന്ന പോലെ തന്നെയാ എനിക്ക് തോന്നുന്നേ. അതിലൊന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി കേട്ടോ. എന്ത് കാര്യത്തിനും ഈ ചേച്ചി കൂടെ ഉണ്ടാവും. കരയണ്ട, ചേച്ചിയല്ലേ പറയുന്നേ. അല്ല, ചേച്ചി എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? വരാം, ചേച്ചിക്ക് വന്നല്ലേ പറ്റുള്ളൂ. മോള് ധൈര്യമായിരിക്കെ, ഇനിയെല്ലാം ചേച്ചി നോക്കിക്കോളാം.